ഈ സോളാർ എല്ലാ പഞ്ചായത്തിലും സോളാർ ഇപ്പോൾ ബാറ്ററി ഉപയോഗിച്ച് സേവ് ചെയ്യുന്ന കാര്യമുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പെരിഞ്ഞനം സോളാർ ഒരു വില്ലേജായിട്ട് പഞ്ചായത്ത് നേരത്തെ ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് പൈലറ്റ് പദ്ധതി അവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ പഞ്ചായത്തിലും സോളാറിൻ്റെ ഒരു പദ്ധതി കൊടുക്കുക. വക്നിയർ ഹോമിൻ്റെ കാര്യം നേരത്തെ ഫസ്റ്റ് വക്നിയർ ഹോം ഗവൺമെൻറ്റിൻ്റെ മേഖലകളിൽ കൊട്ടാരക്കര തുടങ്ങി. അവിടെ 150ഓളം പേര് വർക്ക് ചെയ്യുന്നതിനകത്ത് 80 പേര് വന്നു കഴിഞ്ഞു ചുറ്റുപാടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കേരളത്തിൽ 200 എണ്ണം വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പുതിയ ജോലി വരാൻ കുടുംബശ്രീയുടെ ഒരു വലിയ പദ്ധതി പറഞ്ഞിട്ടുണ്ട്. അത് 150 ഇനങ്ങൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഏറ്റവും മോഡേൺ പാക്കിങ് വലിയ കമ്പനികളുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊരു വലിയ സാധ്യതയുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് ഈ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് ലോക്കലായിട്ടുള്ള ഏറ്റവും ടേസ്റ്റിയായ സാധനങ്ങൾ ലോകത്തേക്ക് കയറ്റി അയക്കാൻ പറ്റുന്ന വലിയൊരു പ്രൊജക്റ്റാണ് കുടുംബശ്രീയുടെ. അതുകൊണ്ടാണ് 22 കോടി രൂപയിലധികം വരുന്ന ചിലവ് ഒരു പദ്ധതി അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള കുറേ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അസിസ്റ്റഡ് ഹൗസ് മറ്റൊക്കെ ഉണ്ടെങ്കിൽ KFC ഇപ്പോൾ ഒരു ലോൺ സബ്വെൻഷനോടുകൂടി 20 കോടി രൂപ വരെ കൊടുക്കാവുന്ന പദ്ധതിയുണ്ട്. അത് കൂടുതൽ നമുക്ക് വേണ്ടി വരും. നാട്ടിൻപുറത്ത് വീടുകളിൽ ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ആളുകൾക്ക് ഒന്ന് ഫോൺ ചെയ്യാനൊരു കോൾ സെൻറ്റർ പോലുള്ള സംവിധാനം ഇല്ലെങ്കിൽ പലപ്പോഴും അപകടപ്പെട്ടതിൽ ഗുരുതരമായി അസുഖപ്പെട്ട് ദൗർഭാഗ്യപരമായ സംഭവങ്ങളിൽ മരിച്ചു കിടക്കുന്നവരെയാണ് പലപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ കാര്യത്തിലുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കുള്ള വോളണ്ടിയർ പ്രോഗ്രാമും മറ്റു കാര്യങ്ങൾ ഇതിനകത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ എഴുതുന്നതുകൊണ്ട് തോന്നുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫണ്ടിൻ്റെ അലോക്കേഷനാണ്. നമ്മുടെ പുതിയ ഫിനാൻസ് കമ്മീഷൻ വന്നിട്ടുണ്ട്. ആ ഫിനാൻസ് കമ്മീഷൻ ഓരോ ഘട്ടത്തിൽ വരുന്നതാണ്. ഫണ്ട് നല്ലൊരു ഇൻക്രീസോട് കൂടിയാണ് ഈ പ്രാവശ്യം ഏകദേശം 3000 കോടി രൂപയ്ക്ക് അടുത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ വർഷം പ്ലാനിലും നോൺ പ്ലാനിലുമായിട്ട്, നോൺ പ്ലാനല്ല അവർക്ക് പറയുന്നത്, അവർക്ക് കിട്ടുന്ന മെയിൻ്റനൻസ് ഗ്രാൻഡ് GP ഫണ്ടിനൊക്കെയാണ് അത്രയും കിട്ടുകയാണ്. പഞ്ചായത്ത് മെമ്പർമാർക്ക് പിന്നെ അവരുടെ അലവൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ വർഷമായി, കഴിഞ്ഞ 5 വർഷം നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അവരുടെ അലവൻസ് വർദ്ധിപ്പിക്കാം എന്ന് ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ വരത്തേ ഉള്ളൂ. പിന്നീട് പഴയ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. വാസ്തവത്തിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇവർക്ക് അവർക്ക് അലവൻസും പെൻഷൻ ഒന്നുമില്ലല്ലോ വേറെ. അവർക്ക് അത്യാവശ്യം ചികിത്സയോ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു സംവിധാനവും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വെൽഫെയർ ഫണ്ട്, അത് വളരെ വലിയൊരു കാര്യമായിരിക്കും. 10, 15 വർഷമൊക്കെ ആയിട്ട് പഞ്ചായത്ത് മെമ്പർമാരുടെ ജോലി നിങ്ങൾക്കറിയാം, കോർപ്പറേഷൻ കൗൺസിലർമാരുടെ ജോലി അറിയാം. വാസ്തവത്തിൽ ഏത് ആൾ വിളിച്ചാലും അപ്പം തന്നെ കൂടെ ഇറങ്ങി ഫുൾ ടൈം നിൽക്കേണ്ട ആളുകളാണ്. അവർക്ക് പക്ഷേ ഇതെല്ലാം കഴിയുമ്പോൾ അവർക്കൊരു വെൽഫെയർ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമുണ്ട്. പിന്നെ മേജറായ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ ഞാൻ എടുത്തത് അതിനകത്ത് ചികിത്സയായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. മെഡിസപ്പ് വന്നിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്. മെഡിസപ്പ് നമ്മൾ പൊതുമേഖലാ സ്ഥാപനത്തിനും സഹകരണ മേഖലയ്ക്കും നടത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷെ കാരുണ്യക്കും അതുപോലുള്ള പദ്ധതിക്ക് പുറത്ത് 42 ലക്ഷം കുടുംബങ്ങൾക്ക് പുറത്ത് കുറേയേറെ ആളുകളുണ്ട്. അവർക്ക് മെഡിസപ്പും ഇല്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ല, ഈ 42 ലക്ഷത്തിനകത്ത് വരത്തുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ചികിത്സ കിട്ടണമെങ്കിൽ ഒരു സംവിധാനം വേണം. അതിനൊരു കുറച്ച് പേ ചെയ്യുന്ന തന്നെ, സൗജന്യമല്ല ഇതൊന്നും. പക്ഷേ മെഡിസപ്പിൻ്റെ ഗുണം എന്താ? 104 വയസ്സുള്ള ഒരാളുടെ കാര്യം ഞാൻ ആ ബഡ്ജറ്റിൽ പറഞ്ഞു. ഒരു ടെസ്റ്റിങ് വേണ്ട, നേരെ മെഡിസിപ്പിൽ ചേരാം. അതായത് പിന്നെ ബാക്കി ആരോഗ്യ ടെസ്റ്റൊന്നും വേണ്ട, നിങ്ങൾ ഇൻഷുറൻസിൽ ചേരണമെങ്കിൽ അതൊക്കെ വേണം. അങ്ങനൊരു സംവിധാനം കളക്റ്റീവായിട്ടുള്ള സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നൊരു സ്കീം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ ഈ തൊഴിലാളികൾക്ക് ഇപ്പം ഓട്ടോറിക്ഷ ആയാലും ലോട്ടറി തൊഴിലാളി ആയാലും അല്ലെങ്കിൽ പിന്നെ ഹരിതകർമ്മസേന ആയാലും അങ്ങനെയൊക്കെ അവർക്ക് വരാൻ പറ്റുന്ന, ഇത് വരാത്തവർക്ക് വരാൻ പറ്റുന്നൊരു കാര്യം ഇൻഷുറൻസിൻ്റെ കാര്യം ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിക്കുന്നു. പിന്നെ ബഡ്ജറ്റ് തുടങ്ങുമ്പോൾ തന്നെ ആമുഖം കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ പറഞ്ഞത് VSൻ്റെ പേരിലുള്ള VS സെൻറ്റർ പറഞ്ഞുകൊണ്ടാണ്. അത് എൻ്റെ പ്രസക്തി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ മേഖലയെയും സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഈ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു കേട്ടു, നിങ്ങൾ കേട്ടിട്ട് പറയായിരിക്കും ഇതൊന്നും നടക്കത്തില്ലെന്നേ, ഇതൊന്നും കണക്കൊന്നുമില്ല, ചുമ്മാതാ. അങ്ങനൊന്നും അല്ല ഇത്തരം കാര്യങ്ങളെ പറ്റും. ഇതിൽ വൈറ്റ് പേപ്പർ ഇറക്കാൻ വെല്ലുവിളിക്കുക. വൈറ്റ് പേപ്പർ ഇറക്കാൻ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. വൈറ്റ് പേപ്പറിനേക്കാളും കട്ടിയുള്ള പേപ്പറാണ് ബഡ്ജറ്റ്. അത് അവതരിപ്പിച്ചിരിക്കുക. സഭയിൽ സമയമുണ്ട്, അടുത്ത 4 ദിവസമുണ്ട്, അതിനുശേഷം സമയമുണ്ട്. അവിടെ ചർച്ച ചെയ്യട്ടെ. ഈ പറഞ്ഞതിനകത്തെല്ലാം കണക്കും കാര്യമില്ലെങ്കിൽ എന്തിനാ സഭയല്ലേ നല്ല വേദി? ഞാൻ ആൻസറബിളാണ്, മുഖ്യമന്ത്രി ആൻസറബിളാണ്, ഗവൺമെൻറ് ആൻസറബിളാണ്, സർവോപരി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും ആൻസറബിളാണല്ലോ. സഭയിലരുന്നല്ലേ ഉള്ളൂ. വൈറ്റ് പേപ്പർ എന്തിനാണ് ഞങ്ങൾ ഇറക്കുന്നത്? ഞങ്ങൾ സോളിഡായിട്ടൊരു പേപ്പർ ഇറക്കിയിട്ടുണ്ട്. ആ പേപ്പറിനെ സഹായിക്കാൻ വേണ്ടി ആവശ്യമായ കണക്കുകളും കാര്യങ്ങളും കൂടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സമീപനവും നമ്മളിത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഞങ്ങൾ വൈറ്റ് പേപ്പർ ഇറക്കുന്നത്? സോ ഈ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന് പറയാം, ഭരണപക്ഷവും പ്രതിപക്ഷമെല്ലാം ചർച്ച ചെയ്യുമല്ലോ. അപ്പോൾ ഇത് അവിടെ പറയാവുന്നതേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞ് ശമ്പളം, ഇത് കഴിഞ്ഞിട്ട് ശമ്പളം ഒന്നും കൊടുക്കാനൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യത്താണല്ലോ പറഞ്ഞത്, ജനങ്ങൾക്കറിയാം ശമ്പളം കൊടുക്കാവുന്നവരെയാണ് അവരെ ഏൽപ്പിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച്
കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ പ്രാവശ്യമാണ് തുടർച്ച ഉണ്ടാകുന്നത്. ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴൊക്കെ സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും? തുടർച്ച ഉണ്ടാവും, അല്ലാതെ ഇട്ടിട്ട് ഓടാനല്ല. തുടർച്ച ഉണ്ടാകുമ്പോൾ നടത്താൻ പറ്റുന്ന കാര്യങ്ങളെ ഇനി പറഞ്ഞിട്ടുള്ളൂ, ചെയ്യാവുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, പറയുന്ന കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡിലാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല, നിങ്ങൾ വൈപ്പ് ചെയ്തെല്ലാം നടക്കാനല്ല, അത് ശരിയല്ല. കാരണം ഇതെല്ലാം ഒരു വിശ്വാസ്യത പ്രശ്നമാണ് പറയുന്നവരുടെ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. എന്നിട്ട് പറയാം പൈസ ഇന്ന് ചിലവാക്കുന്നില്ല, പ്ലാനിൻ്റെ പൈസ കൊടുത്തോ? ഇതാ എൻ്റെ കയ്യിലുണ്ട്, കഴിഞ്ഞ LSTDയുടെ കഴിഞ്ഞ 4 വർഷത്തെ, അതിന് മുമ്പത്തേതുകൊണ്ട്. അതിനകത്ത് കഴിഞ്ഞ വർഷം 98.44% ആ വർഷത്തെ പ്ലാനും പഴയ കാര്യോവർ സഹിതം 110% പഞ്ചായത്തിന് കൊടുത്തത്. ഈ കണക്കിരിക്കുമ്പോൾ ഇവിടെ ചിലവാക്കുന്നില്ലെന്ന് ആരോടാ പറയുന്നത്? വേറെ എന്തെങ്കിലും കണക്ക് CAG ഓഡിറ്റ് ചെയ്യുന്ന കണക്കല്ലാതെ ധനകാര്യമന്ത്രിക്കോ സംസ്ഥാന ഗവൺമെൻറ്റിനോ വേറൊരു കണക്കുമായിട്ട് നടക്കാൻ പറ്റുമോ? 98.44, പിന്നെ പഴയ കാര്യോവർ സഹിതം 110%. അതിന് മുമ്പത്തെ വർഷം 83, അതിന് മുമ്പത്തെ വർഷം 85, അതിന് മുമ്പത്തെ വർഷം 95. ഇതിൻ്റെ സ്റ്റേറ്റ് പ്ലാൻ ആണെങ്കിലും 80-നും 85-നും താഴെ പോയിട്ടില്ല പൊതുവെ. ഇതാണ് സ്ഥിതി. ഈ സ്റ്റേറ്റ് പ്ലാനിനകത്ത് പേയ്മെൻറ്റും ഇതേപോലെ തന്നെ അധികം വരുന്നെന്ന് മാത്രമല്ല, ഇവിടെ ചില ആരോഗ്യ പദ്ധതികളുടെ കാര്യം പറഞ്ഞു. ഞാനിപ്പോൾ അതിന് കണക്കെടുത്ത് നോക്കി. നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് ബഡ്ജറ്റിൽ KMSCL വെച്ചേക്കുന്നത് നമ്മുടെ മരുന്ന് കമ്പനിയാണ്. KMSCL മെഡിക്കൽ കോർപ്പറേഷനാണ്. 350 കോടിയാണ്, 356 കോടിയാണ് വെച്ചേക്കുന്നത്. ബഡ്ജറ്റിൽ വെക്കുന്നതാണ് സാധാരണ ധനകാര്യ വകുപ്പിന് കൊടുക്കാൻ പറ്റുക. 456 റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു 300 കോടി കൂടി ഇപ്പോൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ ബഡ്ജറ്റിൽ 700 കോടിയാണ് കാസ്മിന് വെച്ചേക്കുന്നത്. അതിനകത്ത് 700 കോടിക്കകത്ത് 650 റിലീസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയും ഒരു 100-300 കോടിക്ക് അടുത്ത് റിലീസ് ചെയ്യും. 700 കോടിയും 650 കോടിയും വെച്ച് എല്ലാ വർഷങ്ങളിലും 1000-1200 കോടി വരെ കൊടുത്തിട്ടുണ്ട്.